ആ പരാതിക്ക് പരിഹാരമുണ്ടോ? ഇപ്പോഴും ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ഇവർ പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇല്ലേ, ഫോം 6A, അതാണല്ലോ ഒബ്ജക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഈ റൂൾ 14 പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ. അതിപ്പോ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം 5.5 ലക്ഷം മനുഷ്യർക്കുണ്ട്. ഇതിന് രാജ്യത്തൊരു നിയമമില്ലേ, ആ നിയമപ്രകാരം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് റൂൾ 14 പ്രകാരം കൊടുക്കേണ്ടത് വോട്ടറാണ്. ഈ വോട്ടർമാർ കൊടുക്കുന്നവരെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് പോയി അവരെ അതിനെക്കുറിച്ച് പഠിപ്പിച്ച് വോട്ടർമാരെ 6A പ്രകാരം ആപ്ലിക്കേഷൻ കൊടുപ്പിച്ച് അടിയാണ്. അതാത് ബൂത്തിലെ വ്യക്തികളെ കൊണ്ട് പരാതികൾ കൊടുപ്പിക്കുകയാണ്. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവർ പറയും ഇത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയും. അതിന്റെ മേലെ അപ്പീൽ കൊടുക്കാൻ പറ്റാതെ വരും. അത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെയാണ് ക്യാമ്പയിൻ ഉണ്ട്, ഞങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കുകൾ ഇന്ന് ചെയ്യുന്ന പണിയാണിത്. അത് രാഷ്ട്രീയ പാർട്ടികൾ പരാതി കൊടുക്കണമെന്ന് റൂൾ 14 എവിടെ പറയുന്നത്? പരാതികളല്ല, നമുക്ക് പേരുകൾ ആഡ് ചെയ്യാനും പേരുകൾ ഒഴിവാക്കാനും അവസരമുണ്ട്. അത് അപേക്ഷകളായിട്ടാണ് നൽകുന്നത്. ആ അപേക്ഷകൾ BLA-മാർ വഴി ഒരെണ്ണം പോലും കമ്മീഷൻ വന്നിട്ടില്ല, ഒരു പാർട്ടിയിൽ നിന്നും വന്നിട്ടില്ല. BLA-മാർ വഴി മാത്രമാണ് അത് വരുന്നത്. അല്ല, ഇപ്പോൾ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുപ്രകാരം കമ്മീഷൻ മാത്രമാണ് കിട്ടിയിരുന്നത്. BLA-മാർ വഴി ഒരു ഫോം പോലും കിട്ടിയിട്ടില്ല. BLA-മാർക്ക് ഫോം കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ അതിനകത്തുള്ളത്. അല്ല, അങ്ങനെയാണ് നമുക്കിപ്പോ ഒരു വോട്ടർക്ക് പേര് ചേർക്കാനാണെങ്കിലും പേര് ഒഴിവാക്കാനാണെങ്കിലും അദ്ദേഹത്തിന് ഫോം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട രേഖകളുമായി BLA-ക്ക് സമർപ്പിക്കാം. ഓൺലൈൻ ചെയ്യാൻ കഴിയാത്തവർക്ക് BLA-ക്ക് അത് നിശ്ചിത ERO-മാർക്കും AERO-മാർക്കും അത് ഫോം 6 നേരിട്ടും സമർപ്പിക്കാം. അങ്ങനെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം റൂൾ 14 അതിനെ അനുവദിക്കുള്ളൂ. അവർക്ക് മാത്രം അപ്പീൽ കൊടുക്കാൻ പ്രൊവിഷനുള്ളൂ. എനിക്ക് നിങ്ങളുടെ വോട്ട് ചേർക്കണമെന്ന് പറഞ്ഞ് എനിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ അപേക്ഷയിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് BLA-മാർ വഴിയാണ് എന്ന് കാണുന്നത്. BLA-മാർ വഴി അല്ലാതെ കമ്മീഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് നേരിട്ട് കൊടുക്കാൻ. പക്ഷേ ഏറ്റവും ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ BLA-മാർ വഴിയും പരമാവധി ആളുകളെ അർഹരായവരെ പട്ടികയിൽ BLA-മാർ വഴി തന്നെയാണ് ഈ ആപ്ലിക്കേഷൻസിനെല്ലാം ഞങ്ങൾ ക്യാൻവാസ് ചെയ്ത് കൊടുക്കുന്നത്. ഒബ്ജക്ഷൻ കൊടുക്കുന്നതും BLA-മാർ വഴി തന്നെയാണ്. അതാത് സ്ഥലത്തെ പാർട്ടി നേതാക്കളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പ്രൊമോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും പരമാവധി വരെ ഇൻക്ലൂഡ് ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ പറഞ്ഞ പരാതികളുണ്ട്, ആ പരാതിക്ക് പരിഹാരമുണ്ടോ? ഇപ്പോഴും ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ഇവർ പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇല്ലേ, ഫോം 6A, അതാണല്ലോ ഒബ്ജക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഈ റൂൾ 14 പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ. അതിപ്പോ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം 5.5 ലക്ഷം മനുഷ്യർക്കുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് ഇവിടെ ഒബ്സർവർ വന്നിരുന്നിട്ട് പോയതാണ്. ആ പരിഹാരം എവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്? BLA-മാർ വഴി എന്ന് പറയുന്നതും ആ വഴിയാണെങ്കിലും ആപ്ലിക്കൻ്റ് ആരായിരിക്കണം? വോട്ടറായിരിക്കണം. ഒബ്ജക്ഷൻ കൊടുക്കേണ്ടത് ആരായിരിക്കണം? ആ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഒരാളായിരിക്കണം. അതിന് പുറത്തുള്ള ഒരാൾക്ക് കഴിയില്ല. അപ്പം അത്തരം അപേക്ഷകളും പരാതികളും കൊടുക്കുമ്പോൾ പ്രവാസികൾ 20 ലക്ഷം പ്രവാസികളെങ്കിലും മിനിമം കയറേണ്ടടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ 75,000 അതിൽ 5 ലക്ഷം ആളുകൾ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരാണ്. അവരുടെ പേര് ചേർക്കാൻ കഴിയുന്ന 22-ാം തീയതി ഇവർ ക്ലോസ് ചെയ്യും. അപ്പം ഇവരെന്തിനാ ഉദ്ദേശിക്കുന്ന? ഫൈനൽ വോട്ടർ ലിസ്റ്റിൽ ഇവർ വേണ്ടേ? അത് മാറ്റാമെന്ന് അന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ ഞങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത്. ഇന്ന് വരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല, ആ പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം പത്രക്കാരെ കണ്ടിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുകയാണ് ആരും രാഷ്ട്രീയക്കാരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആയത്. ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ ഞങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളും ഞങ്ങൾ പറയുന്ന ആക്ഷേപങ്ങളും മിനിറ്റ്സിന്റെ രൂപത്തിൽ എഴുതിയിട്ട് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ വെള്ളയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞാണ്. അന്ന് ഒബ്സർവർ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ നോട്ട് ചെയ്ത് കൊടുത്താണ്. ഞാൻ നേരിട്ട് പരാതി കൊണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും തീരുമാനമില്ല. ഇന്നും പ്രവാസികൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ വിളിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കി 5% പോലും വോട്ടർ ലിസ്റ്റിൽ അവർ കയറിയിട്ടില്ല. നമ്മുടെ ഡേറ്റ് 10 ദിവസം കഴിഞ്ഞു, ഇനി 20 ദിവസമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാതില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകും.